ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇങ്ങനെയല്ല. സാധാരണ ഒരു അവിടെ ഫ്രീ അല്ല, ഇവിടെ ഫ്രീ അല്ല, എന്നാലും ഇവിടെ ഇപ്പോൾ ഫ്രീ അല്ലാണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് വർക്കായ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി ഉണ്ട്. അതായിരുന്നു ഞാൻ വെയിറ്റ് ലോസിന് യൂസ് ചെയ്തത്. ഞാനൊരു 8-9 കിലോ കുറച്ചപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയാണ്. സാധാരണ എല്ലാവർക്കും ഈ ഓട്സ് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് ഈ സാധനമൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തിന്ന് ഭ്രാന്ത് പിടിക്കുമല്ലോ എന്ന്, ഡിപ്രഷൻ വരുമല്ലോ എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് എൻ്റെ വെയിറ്റ് ലോസിൽ ഒട്ടും അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതൊന്ന് കണ്ടാലോ? അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഓട്സ് വേണം. ഓട്സ് കൊൽക്രോട്സ് ആണ് ഞാൻ എടുക്കാറ്. മറ്റേ ബ്ലൂ പാക്കറ്റ് ഇല്ലേ അത്. പിന്നെ ഒരു ആപ്പിൾ വേണം. കാരണം ഇനി അങ്ങോട്ടേക്ക് കാണിക്കുന്ന ഫുള്ള് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ഇവിടെ വലിയ സൗകര്യമില്ല. നമുക്ക് ഓട്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാല്, മറ്റേ ലോ ഫാറ്റ് മിൽക്ക് ഇല്ലേ, അല്ലാത്ത പാലങ്ങനെ എടുക്കാറില്ല. അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് എടുക്കാം. പിന്നെ യോഗേർട്ട് വേണം, ഗ്രീക്ക് യോഗേർട്ട്. അൺഫ്ലേവേർഡ് ആയിരിക്കണം, മീൻസ് ഫ്ലേവേർഡ് അല്ലാത്ത ഒരു, ഞാൻ എല്ലാത്തിനും ഫോട്ടോ കാണിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒഴിവാകും. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഇതേ യൂസ് ചെയ്യുള്ളൂ. അത് ഗ്രീക്ക് യോഗേർട്ട് ഒരു വൈറ്റ് ബോട്ടിലിൽ സൈഡിലായിട്ട് ഒരു സ്കൈ ബ്ലൂ കളർ വരുന്നത് നോക്കിയാൽ മതി. ഫ്ലേവേർഡ് അല്ലാത്തത് അത് തന്നെ വാങ്ങിക്കണേ. ഫ്ലേവേർഡ് ആയിട്ട് വാങ്ങിച്ചത് യൂസ് ചെയ്താൽ ഗുണം ഉണ്ടാവില്ല. പിന്നെ എന്താ വേണ്ടേ? പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോമഗ്രാനൈറ്റ് ഒക്കെ എടുക്കാൻ, ഞാൻ ഇടാറില്ല. പിന്നെ 2 ഡേറ്റ്സ് വേണം, 2 എണ്ണം. ഞാൻ ഒരു ദിവസം മാക്സിമം 2 ഡേറ്റ്സ് എടുക്കുകയുള്ളൂ. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് അതൊരു ഷുഗറായിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒരു നമ്മൾ ഷുഗർ കഴിക്കുന്ന പോലെ തന്നെ. പിന്നെ ചിയാ സീഡ് വേണം സോക്ക് ചെയ്യാനായിട്ട്. ഇത്രയൊക്കെ മതി. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഗ്രീക്ക് യോഗർട്ടുമായിട്ടൊക്കെ വലിയ പരിചയം കാണില്ല. ഗ്രീക്ക് യോഗർട്ട് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഓവർനൈറ്റ് ഓട്സിൽ നല്ല ഫൈബർ റിച്ച് ആണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്കങ്ങനെ പറയാനറിയില്ല, പക്ഷെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പഴം എടുക്കാറുണ്ട്, റോബസ്റ്റ. മറ്റേ പഴം എടുക്കരുത്, അത് വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ ഇത് വെയിറ്റ് ലോസ് ഉള്ള ആൾക്കാർക്കാട്ടോ ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഈ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ പഴം കട്ട് ചെയ്തിടും. ഓവർനൈറ്റ് വെക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യുന്നത്. പക്ഷെ ആപ്പിൾ നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് മറ്റേ കെമിക്കൽ റിയാക്ഷൻ വരുമ്പോഴാണ് ആ കളർ മാറുന്നത്. പക്ഷെ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ആ ഒരു സീൻ വരില്ല. നല്ല സെറ്റായിട്ടിരിക്കും. മറ്റേ ഇങ്ങനെ കുഴവഴാന്നൊന്നും ഇരിക്കില്ല, നല്ല സെറ്റായിട്ടിരിക്കും. പിന്നെ പിറ്റേ ദിവസം പഴം വെച്ചാൽ മതി, പഴത്തിൻ്റെ കളർ ചേഞ്ച് ആവും. അതുകൊണ്ട് ഞാൻ പഴം ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ്. ലോ കാലറി ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലാവും. പിന്നെ തുടക്കത്തിൽ ഞാൻ ഇതിൻ്റെ കൂടെ 2 എഗ് വൈറ്റ് കൂടെ കഴിക്കുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ. ഇത് കഴിച്ചിട്ട് മറ്റേ ദോശയും പുട്ടും ഒന്നും പോയി തിന്നാൻ നിൽക്കരുത്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതൊന്ന് കാണിച്ചിട്ട് വരാം. ഇവിടെ ഇരുന്ന് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മാക്സിമം നോക്കാം. ഈ ആപ്പിൾ ഞാൻ ഇവിടെ ഫുൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി പാത്രത്തിൽ ഒതുങ്ങുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയം. കൊൽക്രോട്സ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് റോൾഡ് ഓട്സ് എടുക്കാം. സ്റ്റീൽ കട്ട് ചെയ്യാൻ പറയില്ല. സ്റ്റീൽ കട്ട് ഞാൻ ഇതുവരെ തലേ ദിവസം ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നുണ്ടാക്കാം, നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഓട്സ് ഒന്നും അധികമൊന്നും എടുക്കില്ല കേട്ടോ. അതൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ ആകെ ഒരു 3 സ്പൂണേ ഇടുന്നുള്ളേ. അത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. എല്ലാവരും ഓട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കുന്നല്ലോ കുടിക്കുന്നത്. ഇതുപോലെ ഒരു 2 സ്പൂണും കൂടെ, 3ാമത്തെ സ്പൂണാണേ. എന്നിട്ട് ഇനി ഒരു സ്പൂൺ, ഒത്തിരി എടുക്കുന്നില്ല, കുറച്ച് ചിയാ സീഡ് ആയിരുന്നു. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാവേ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് താഴെ വീണു, കുറച്ച് താഴെ പോയി. എന്നിട്ട് ഇനി 2 ഈന്തപ്പഴം ഇടുന്നുണ്ട്. ഇത് മറ്റേ പാക്കറ്റ് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കുറച്ച് എണ്ണ പോലെയൊക്കെ ഇരിക്കുന്നത്, അത് ഞാൻ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ ഇങ്ങനെ തൂക്കി കിട്ടുമല്ലോ, അത് കുറച്ച് മേടിച്ചാൽ മതി. അതുപോലെ തന്നെ ഇന്ന് ഓട്സ് ഉണ്ടാക്കിയത് എല്ലാ ദിവസവും ഒന്നും കഴിക്കുമൊന്നും വേണ്ട. എന്ത് സാധനം നമ്മൾ എല്ലാ ദിവസവും ആയാലും അത് നല്ലതല്ല. അപ്പോൾ ഗ്യാപ്പിട്ട് കഴിച്ചാൽ മതി. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇവിടെ 2 ഞാൻ എടുക്കുന്നുള്ളൂ. 2 എണ്ണം. അളവ് കൂടിപ്പോകരുത്. പിന്നെ ഒന്ന് മുറിച്ചിട്ടിടും. കാരണം ഇതാണ് നമ്മുടെ ഈ ഒരു ഓട്സിലെ മധുരത്തിൻ്റെ സോഴ്സ്. വേറൊന്നുമില്ല. ഈ ഒരു സാധനം ഇല്ലാതെ ഞാൻ കഴിച്ചു നോക്കി, അന്ന് ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ ഈന്തപ്പഴം ഇല്ലാത്തവരൊക്കെ ഈന്തപ്പഴം വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് എടുക്കാം, നേരത്തെ പറഞ്ഞ പോലെ ലോ ഫാറ്റ് മിൽക്ക് എടുക്കാം. വേറൊന്നും മിസ്സായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളമോ, ഇത് വെള്ളം വേണേ, എന്ത് വെള്ളമല്ല, തിളപ്പിച്ച വെള്ളം എടുക്കാം. ഒന്നും ചേർക്കാതെ ചുമ്മാ തിളപ്പിച്ച വെള്ളമില്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട്
ഞാൻ ഇത് തുടക്കം മുതൽ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യാറുള്ളൂ. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗർട്ടാണ്. ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ണ പോലൊക്കെ ഇരിക്കും. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ സാധനം അടിപൊളിയാണ്. വലിയ ഒരു സ്പൂണ് അങ്ങോട്ടേക്ക് ഇടുക. എന്ത് സാധനം ഓവറായാലും പ്രശ്നമാണ്. നോക്കാം നമുക്ക്. ഇത് മിക്സ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇതിനകത്ത് തലവില്ലാത്തതുകൊണ്ട് തന്നെ പാടാണ്. ഈ സാധനം ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അടിപൊളിയാണ്. ഒന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ താഴെ വരെ എത്തത്തില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ കുലുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം. ഇതാണ് സംഭവം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് രാവിലെ ആകുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. മറ്റേ മാതള നാരങ്ങ കട്ട് ചെയ്തിട്ട് മറ്റേ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ ഇടാം. ലോ കാലറി ഫ്രൂട്ട്സ് ആണ് നമുക്ക് ഡയറ്റിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഷുഗർ പണി തരുന്ന പോലെ തന്നെ അതും നമുക്കൊരു ചേഞ്ച് ഉണ്ടാവത്തില്ല. ഞാൻ ഇതുവരെ എനിക്കൊരു വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. എൻ്റെ ഒരു ടാർഗറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വീഡിയോ ഇടാം. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ലീവ് എടുത്തേക്കുക ഡയറ്റിൽ നിന്ന്. അപ്പം ഇത് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ മതി. ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയുള്ള മറ്റേ സംഭവം ഇല്ലേ, ഒരു ചെറിയൊരു സ്പേസ് ഇല്ലേ, അതിൻ്റെ അകത്താണ് ഞാൻ വെക്കാറ്. അതാകുമ്പോൾ കറക്റ്റ് ആ ഒരു തണുപ്പ് കിട്ടും. ഫ്രീസറിലൊന്നും ആരും കൊണ്ട് വെക്കരുത്. നാളെ ഞാൻ എന്തായാലും അതെടുത്തിട്ട് കഴിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മനസ്സിലാവുമല്ലോ. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടല്ലോ. ഇനി ഞാനൊരു വെയിറ്റ് ലോസ് ജേർണി ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.